വീടിൻ്റെ അടുത്തുള്ള അടിപൊളി ഒരു സ്ഥലാട്ടോ ഇത്. എത്തിപ്പെടാൻ കുറച്ച് റിസ്ക്കൊക്കെയാണ്. എന്നാലും കുഴപ്പമില്ല വെച്ചിട്ട് ഞങ്ങളെല്ലാം കൂടി രാവിലെ തന്നെ അങ്ങോട്ടിറങ്ങി. അന്ന് രാവിലെ അല്ലാട്ടോ ഉച്ചയാവാനായി. പിന്നെ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പോയിട്ട് വരാൻ വിചാരിച്ച്. വെള്ളം എന്തായാലും വേണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കുഞ്ഞിനുള്ളതും ഞങ്ങൾക്കുള്ളതൊക്കെ ഞാനിതാ കവറിലാക്കി കൈ പിടിച്ചിട്ടുണ്ടേ. അടിപൊളി സ്ഥലാട്ടോ. ഇവിടേക്ക് കുത്തുകല്ല് എന്നിട്ടാണ് പറയുന്നത്. 2 പാറകളാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണാൻ തന്നെ പോകുന്നത്. കല്യാണം കഴിച്ച ഉടനെ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അടിപൊളിയാണ്. പക്ഷേ കേറി എത്തിച്ചെല്ലാൻ കുറച്ച് റിസ്ക്കാണെന്ന്. അങ്ങനെ ഞങ്ങള് 4 ആളും കൂടി ഇതാ കേറി അതിന്റെ മോളിൽ വരെ എത്തിട്ടോ. എൻ്റെ പേടിയുള്ള ഒരാളാട്ടോ. എനിക്ക് ഈ വെള്ളത്തിൽ കളിക്കുക, ഈ പാറേൻ്റെ മുകളിലൊക്കെ വലിഞ്ഞ് കേറുക, അങ്ങനെയുള്ളതൊക്കെ പൊതുവേ എനിക്ക് പേടിയാ. എന്നാലും എല്ലാവരും ഉള്ള സ്ഥിതിക്ക് ഞാനും മടിക്കുന്ന മോശമല്ലേ വെച്ചിട്ട് ഞാനും അവരോട് പോയി. എങ്ങനെയൊക്കെയോ വലിഞ്ഞ് കേറി ഇതാ പാറേൻ്റെ മുകളിലേക്ക് എത്തിട്ടോ. അവിടെ നിന്ന് കാണാൻ തന്നെ നല്ല അടിപൊളിയാട്ടോ. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഏട്ടൻ്റെ വീടൊക്കെ അവിടുന്ന് കാണുന്നുണ്ട്. അന്നപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട്, "ഇവിടുന്ന് നോക്കിയാൽ രാത്രി വയനാട് ചുരത്തിൽ വണ്ടിയൊക്കെ പോകുന്നതിൻ്റെ ലൈറ്റ് അടക്കം കാണാമെന്ന്." പകലായതുകൊണ്ട് അതൊക്കെ എവിടെയാണെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഏട്ടനോട് പറഞ്ഞു, "പിന്നെ കുറേ വലുതായിട്ട് കിച്ചുവിനെയും കൂട്ടിയിട്ട് നമുക്കൊരു ദിവസം എല്ലാവരെയും കൂട്ടിയിട്ട് രാത്രി വരണം ട്ടോ. എന്നാലും അധികം പേടിക്കൊന്നും വേണ്ടല്ലോ. എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്കൊരു ധൈര്യമാണല്ലോ." ഇത് പിന്നെ ഉച്ചയാണ്, നല്ല വെയിലുമാണ്. പിന്നെ ഞങ്ങളിതാ മേലെ പാറയൊക്കെ കണ്ട് താഴേക്ക് മെല്ലെ ഇറങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞങ്ങൾ വന്ന വഴിയല്ല ട്ടോ തിരിച്ചു പോയത്. അന്നപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ടുണ്ട്. "അയ്യോ ഏട്ടാ, ഇത്രയും നല്ലൊരു വഴി ഉണ്ടായിട്ടാണോ ഏട്ടൻ ഞങ്ങളെ ഈ വഴി കൂടെയൊക്കെ കൊണ്ടുവന്നത്" എന്ന്. കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഓരോ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആയിരുന്നു വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.